വൈഭവ് സൂര്യവംശി. അവൻ്റെ അടുത്ത് മാജിക് ബാറ്റ് ഒന്നുമില്ല. ഉണ്ടായിരുന്നത് ഒരു അച്ഛൻ്റെ സ്വപ്നം മാത്രം. വെറും 15 വയസ്സിൽ ഈ കുട്ടി വലിയ പ്ലേയേഴ്സിനൊപ്പമാണ് താരതമ്യം ചെയ്യുന്നത്. പക്ഷേ അവർ ഈ സ്റ്റേജിലെത്താൻ അവരുടെ മുഴുവൻ നിർബന്ധവും കൊടുത്തു. ബീഹാറിലെ ചെറിയ ഗ്രാമത്തിലെ ഈ കുട്ടി വേൾഡ് ക്രിക്കറ്റിൽ ഇത്ര വലിയ പേര് എങ്ങനെയായി? ഇത് അറിയണമെങ്കിൽ അവൻ്റെ കഥ മുഴുവനായി കേൾക്കേണ്ടി വരും. വൈഭവിൻ്റെ അച്ഛൻ സഞ്ജീവ് ക്രിക്കറ്റ് ചേരാനായി ബീഹാറിൽ നിന്ന് മുംബൈയിലേക്ക് പോയി. പക്ഷേ ക്രിക്കറ്റിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ഷിപ്പ്യാർഡിൽ ജോലി ചെയ്തു, ഇടയ്ക്ക് ബൗൺസറായിട്ട് ജോലി ചെയ്തു. അങ്ങനെ തിരിച്ച് ബീഹാറിൽ വന്നു. കല്യാണം കഴിഞ്ഞു. കുറച്ച് വർഷത്തിന് ശേഷം വൈഭവ് ജനിച്ചു. സഞ്ജീവ് അവൻ്റെ സ്വപ്നം മകനിലൂടെ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. വെറും 4 വയസ്സുള്ളപ്പോൾ അവന് ബാറ്റ് കൊടുത്തു. കോച്ച് ബ്രിജേഷിൻ്റെ അടിയിൽ കോച്ചിങ് തുടങ്ങി. പിന്നെ 7 വയസ്സുള്ളപ്പോൾ 100 കിലോമീറ്റർ ദൂരെ ബീഹാറിൻ്റെ പഴയ ക്രിക്കറ്റർ മനീഷ് ഓജയുടെ ജന്യ അക്കാഡമിയിൽ ചേർന്നു. എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കുക, അച്ഛൻ്റെ കൂടെ ദിവസവും 100 കിലോമീറ്റർ മുകളിൽ അക്കാഡമിയിലേക്ക് യാത്ര ചെയ്യുക. രാവിലെ 6 മണിക്ക് വണ്ടി വരും യാത്ര ചെയ്യാനായി. ഇത് ഒരു ദിവസത്തെ കാര്യമായിരുന്നില്ല. എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു അവസ്ഥ. 10 വയസ്സായപ്പോൾ വൈഭവ് ദിവസവും 600 ബോൾ ഫേസ് ചെയ്യുമായിരുന്നു. ഈ ടൈമിൽ ബീഹാറിന് വേണ്ടി കളിച്ച സമർ കാദ്രി രാജസ്ഥാൻ റോയൽസിൻ്റെ നെറ്റ് ബോളറായിരുന്നു. അദ്ദേഹം വൈഭവിൻ്റെ കാര്യം രാജസ്ഥാൻ റോയൽസിൻ്റെ സുബിൻ ബറൂച്ചയോട് പറഞ്ഞു. വൈഭവ് സൂര്യവംശിൻ്റെ റോൾ മോഡൽ ബ്രെയിൻ ലാറയാണ്. വൈഭവിനെ ട്രയലിന് വിളിച്ചു. നെറ്റിൽ ലെഫ്റ്റ് ആം സ്വിംഗ് ബോൾ ചെയ്യാനായി വന്നു. സുബിൻ ബറൂച്ച വിചാരിച്ചു എഡ്ജ് ആവുമെന്ന്. പക്ഷേ ഫസ്റ്റ് ബോളിൽ തന്നെ ബൗണ്ടറി. എല്ലാ പ്ലെയേഴ്സിനെയും നെറ്റ് കഴിഞ്ഞ ശേഷം വൈഭവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ നല്ല ഫാസ്റ്റ് ബോൾ ഫേസ് ചെയ്യണം, ഇനി നല്ല ഫാസ്റ്റ് ബോൾ വരുമെന്ന് പറഞ്ഞു. വൈഭവ് പറഞ്ഞു, നോ പ്രോബ്ലം സാർ. വൈഭവിൻ്റെ ബാറ്റിംഗ് കണ്ട് സുബിൻ ബറൂച്ച അത്രയ്ക്ക് ഇംപ്രസ്സായി. രാജസ്ഥാൻ റോയൽസ് 1,10,00,000-ന് 15 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയെ ലേലത്തിൽ വാങ്ങിച്ചു. ആ കുട്ടി ഇപ്പോൾ വേൾഡ് ക്രിക്കറ്റിൽ തന്നെ സ്റ്റോറി ആയിക്കൊണ്ടിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിനെ സെമിഫൈനൽ വരെ എത്തിച്ചു. ക്രിസ് ഗെയിൽസിൻ്റെ 2013 റെക്കോർഡ്, അതായത് 30 ബോൾ സെഞ്ചുറി അടിച്ച റെക്കോർഡ്, അന്ന് അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ലെജൻഡായിരുന്നു. ആ റെക്കോർഡ് വരെ പൊട്ടിക്കാനായി വൈഭവ് സൂര്യവംശി അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. ഇപ്പോൾ ഓരോ കൊച്ചു കുട്ടികൾ പോലും വൈഭവിനെ പോലെ ആവാനായി ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളായി കുട്ടികൾ ക്രിക്കറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നു.